എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിലെ മാമം മുതൽ ബ്രിഡ്ജ് സൈറ്റ് വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ആരംഭിക്കുന്നത് രാമച്ചംവിള ഭാഗത്തു നിന്നാണ്. രാമച്ചംവിളയിൽ ഒരു ഓവർപാസാണ് നിർമ്മിക്കുന്നത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. കുറച്ച് ഗർഡറുകൾ മാത്രമാണ് കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരെ പോകുന്നത് തിരുവനന്തപുരം ഡയറക്ഷനിൽ മാമം ഭാഗത്തേക്കാണ്. ഓവർപാസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഡൈവേർഷൻ റോഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആറ്റിങ്ങൽ ചിറയൻകീഴ് റോഡാണ് രാമച്ചംവിള ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തു കൂടി കടന്നു പോകുന്നത്. ഇവിടെ 100 മീറ്ററോളം ഭാഗത്ത് ഇനി ടാറിംഗ് വർക്കുകൾ നടക്കാനുണ്ട്. 2 സൈഡിലെയും ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റ് ഭാഗങ്ങളിൽ നിന്നും പൊളിച്ചു കൊണ്ടുവന്ന ടാറിംഗ് അവശിഷ്ടങ്ങൾ ഇവിടെ ഡംപ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി ഇവിടെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്യാൻ സാധ്യത. ഇവിടെ മുതൽ ഏകദേശം 1 കിലോമീറ്ററോളം ഭാഗത്ത് ടാറിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. മെയിൻ റോഡ് വരുന്ന ഭാഗത്തെയും സർവീസ് റോഡിൻ്റെ ഭാഗത്തെയും ഒക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇത് ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണം തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ഇവിടേക്ക് ടാറിംഗ് പ്രവർത്തികൾ നടന്നത്. അതായത് ഏകദേശം 2 വർഷങ്ങൾക്ക് മുന്നേ നടന്ന വർക്കാണിത്. മറ്റ് ഭാഗങ്ങളിലെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ആറിവാൾ പാനലുകളും ഫ്രിക്ഷൻ സ്ലാബുകളുമൊക്കെയാണ് റോഡിൻ്റെ വലത് സൈഡിലായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ മധ്യഭാഗത്തെയും സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായും ഒരു വയൽ പ്രദേശമാണ്. നേരെ കാണുന്ന ആ ഒരു കുന്നിൻ്റെ ഭാഗമെല്ലാം ഇടിച്ചു മാറ്റി സർവീസ് റോഡ് കുന്നിൻ്റെ മുകളിലൂടെയും മെയിൻ റോഡ് താഴ്ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. സർവീസ് റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുകയാണ്. റോഡിൻ്റെ ഇടത് സൈഡിലെയും വലത് സൈഡിലെയും സർവീസ് റോഡിനോട് ചേർന്ന് റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഉയർന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുന്നതായി കാണാം. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടമായിട്ടായിരിക്കും കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. കുന്നിൻ്റെ മുകളിലായി വരുന്ന 2 സർവീസ് റോഡുകളുടെയും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ആ ഭാഗത്ത് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. നേരെ കാണുന്ന ഈ ഒരു ഭാഗം വരെയാണ് ഇപ്പോൾ വർക്കുകളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററോളം ഭാഗം RKC കമ്പനിയുടെ യാർഡാണ് പ്രവർത്തിക്കുന്നത്. നേരെ നോക്കിയാൽ അവിടെ പ്ലാന്റുകളും മറ്റ് മിക്സർ മെഷീനുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ആ ഒരു ഭാഗത്ത് പോയി വീഡിയോ എടുക്കാൻ കഴിയുകയില്ല. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ബ്രിഡ്ജ് സൈറ്റിലേക്ക് പോകാം. വർക്ക് കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്ററോളം ഭാഗത്ത് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ ഒരുപാട് പേർ വരുന്നുണ്ട്. ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ ഇത് ഇപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം 2 മാസത്തിന് മുന്നെയാണ് ഈ ഭാഗത്തെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നത്. അന്നത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു സ്ട്രെച്ചിൽ മെയിനായിട്ട് വർക്ക് നടക്കുന്നത് തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിൻ്റെ 2 സൈഡിലുമായിട്ടുള്ള 2 അടിപ്പാതയുടെയും കൊല്ലംപുഴ അടിപ്പാതയുടെയും വർക്കുകളാണ്. ഇനി ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് നല്ല രീതിയിൽ വർക്കുകളൊക്കെ പുരോഗമിക്കുന്നത്. ഇത് രാമച്ചംവിള ഭാഗമാണ്. അവിടെ പൈലിംഗ് പ്രവൃത്തികളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷമുള്ള വർക്കുകളൊന്നും ആയിട്ടില്ല. കുറച്ച് ഗർഡറുകൾ മാത്രമാണ് കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. RDS കമ്പനി വർക്ക് ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെ ഡൈവേർഷൻ റോഡ് ചെയ്ത് മണ്ണ് നീക്കം ചെയ്തിരുന്നു. അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇനി നേരെ തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നതായി കാണാം. തിരുവാറാട്ടുകാവ് ദേവി ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായി 2 അടിപ്പാതകളാണ് വരുന്നത്. ഇപ്പോൾ കാണുന്നത് തെക്ക് ഭാഗത്തായി വരുന്ന അടിപ്പാതയുടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്.
ഇവിടെ കുറച്ച് ദൂരം വരെ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളും നടന്നതായി കാണാം. ഇതും വയൽ പ്രദേശം തന്നെയാണ്. ഇവിടെയൊക്കെ അടിപ്പാതയോട് ചേർന്ന് വരുന്ന ഭാഗത്തൊക്കെ റീറ്റൈനിങ് വാളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറിവാൾ പാനലുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കുറവാണ്. ഇവിടെ വരെ സർവീസ് റോഡിൻ്റെ ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം കൂടിയാണ് ടാറിങ് ബാക്കിയായിട്ടുള്ളത്. ഇത് ക്ഷേത്രത്തിൻ്റെ തെക്ക് സൈഡിലായി നിർമ്മിക്കുന്ന അടിപ്പാതയാണ്. ഒരു സ്മാൾ വെഹിക്കുലർ അണ്ടർപാസാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലെയും ഭിത്തിയുടെ കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത്. നേരെ കാണുന്നത് ക്ഷേത്രമാണ്. ഇപ്പോൾ ആ ഭാഗത്തെ കുറച്ച് മണ്ണൊക്കെ ഇടിച്ചു മാറ്റിയതായി കാണാം. അതിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത അടിപ്പാതയും വരുന്നത്. നേരത്തെ ഈ ഒരു ഭാഗം നല്ല ഉയരമുള്ള കുന്നായിരുന്നു. മണ്ണെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ റീറ്റെയിൻ വാളുകൾ നിർമ്മിച്ച് വീണ്ടും മണ്ണിട്ട് ഫില്ല് ചെയ്ത് രണ്ട് അടിപ്പാതയുടെയും ഇടയ്ക്കായി വരുന്ന സ്ഥലം ഒരേ ഉയരത്തിലാക്കും. ഇവിടെ റോഡിൻ്റെ ഇടത് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നതായി കാണാം. ആ നേരെ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ വടക്ക് സൈഡിലായി വരുന്ന അടിപ്പാത. രണ്ട് അടിപ്പാതയുടെയും ഇടയ്ക്കായി വരുന്ന ഭാഗത്ത് ഇപ്പോൾ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് വരികയാണ്. അതിനുവേണ്ടി മണ്ണ് നീക്കം ചെയ്തിട്ടാണ് വർക്ക് പുരോഗമിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമാണ് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതെന്ന് കരുതുന്നു. മറു സൈഡിൽ അതിനുവേണ്ടിയുള്ള വർക്കുകളോ സ്ഥലമോ കണ്ടില്ല. ആ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഒഴിവാക്കിയത് കൊണ്ടായിരിക്കാം ഇവിടെ രണ്ട് അടിപ്പാതകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് പഴയ റോഡാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞ് മറ്റേ അടിപ്പാതയുടെ അടുത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ ഈ പഴയ റോഡ് വേണമെങ്കിൽ ഒരു സർവീസ് റോഡായി ഉപയോഗിക്കാം. ഈ കാണുന്നതാണ് രണ്ടാമത്തെ അടിപ്പാത. അടിപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അടിപ്പാതയുടെ മറു സൈഡിലുള്ള സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അടിപ്പാതയുടെ അകത്തുകൂടി വന്ന് ഈ പഴയ റോഡിലൂടെ പ്രവേശിച്ച് കറങ്ങി വീണ്ടും അടുത്ത അടിപ്പാതയിൽ ചെന്ന് മറു സൈഡിലെ സർവീസ് റോഡിലേക്ക് വളരെ ഈസിയായി പോകാവുന്നതാണ്. ഈ ഒരു അടിപ്പാതയുടെ തെക്ക് സൈഡിലായി റീറ്റെയിനിങ് വാളുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. വടക്ക് സൈഡിലായി അറിവാൾ പാനലുകൾ ഉപയോഗിച്ചാണ് വർക്കുകൾ പുരോഗമിക്കുന്നത്. ഈ ഒരു അടിപ്പാത കഴിഞ്ഞ് ഉടൻ തന്നെ കൊല്ലമ്പുഴ ഭാഗത്തൊരു അടിപ്പാത കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ കൊല്ലമ്പുഴ റോഡാണ് ഈ ഒരു അടിപ്പാതയുടെ അകത്തുകൂടി കടന്നു പോകുന്നത്. ഒരു ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് അടിപ്പാതകളുടെയും ഇടയ്ക്കുള്ള ഭാഗത്ത് ഇപ്പോൾ അറിവാൾ പാനലിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ സ്ഥലം ക്ലീനാക്കിയിട്ടിട്ടുണ്ട്. ടാറിംഗ് പ്രവൃത്തികളൊന്നും ആയിട്ടില്ല. ഇനി വാഹനങ്ങളെല്ലാം അകത്തുകൂടി കടത്തിവിട്ടതിന് ശേഷമായിരിക്കും അടിപ്പാതയുടെ തെക്ക് സൈഡിലെ വർക്ക് ആരംഭിക്കുക. അടിപ്പാതയുടെ വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ കുറേ പുരോഗമിച്ചതായി കാണാം. ഇവിടെ റീറ്റെയിനിങ് വാളുകളാണ് രണ്ട് സൈഡിലും നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് നിരത്തിയിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല. ഇവിടെയും വയൽ പ്രദേശമാണ്. ഇവിടെ നിന്നും അകത്തേക്ക് മെയിൻ റോഡിലേക്ക് കയറാം. അവിടെ വർക്കുകളൊക്കെ കുറേ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെയും ആദ്യഘട്ടത്തിൽ നടന്ന വർക്കുകൾ തന്നെയാണിത്. മെയിൻ റോഡിൻ്റെയും രണ്ട് സൈഡിലെ സർവീസ് റോഡിൻ്റെയും ഒക്കെ വർക്ക് കുറേയൊക്കെ നടന്നിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളും പൂർത്തിയാക്കിയിരിക്കുന്നതായി കാണാം. ഇവിടെ വരെയാണ് ടാറിംഗ് വർക്കുകളൊക്കെ നടന്നിരിക്കുന്നത്. നേരെ കാണുന്നത് വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ ഭാഗമാണ്. ബ്രിഡ്ജിൻ്റെ ഡക്ക് കോൺക്രീറ്റുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് നടക്കേണ്ടത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ പിന്നെ വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാം.
പാലത്തിൻ്റെ വടക്ക് സൈഡിലെ വർക്കുകൾ നടക്കണമെങ്കിൽ ആറ്റിങ്ങൽ ചുറ്റിയാണ് വാഹനങ്ങളൊക്കെ പോകേണ്ടത്. മെയിനായിട്ടും മാമത്താണ് ഇവർക്കുള്ള പ്ലാന്റൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് വാഹനങ്ങളെല്ലാം ആറ്റിങ്ങൽ ടൗൺ വഴി മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഇപ്പോൾ GSB നിരത്തിയിരിക്കുന്നതും കാണാം. ഇവിടെ രണ്ട് സൈഡിലെയും സർവീസ് റോഡ് നേരെ വന്ന് പാലം എത്തുന്നതിന് മുന്നേ മെയിൻ റോഡിലേക്ക് മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പാലത്തിൻ്റെ മറു സൈഡിലും സർവീസ് റോഡുകൾ വന്ന് മെയിൻ റോഡിലേക്ക് മെർജ് ചെയ്യുമായിരിക്കും. ബ്രിഡ്ജിൽ സർവീസ് റോഡുകളില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ നിൽക്കുന്ന ഭാഗത്തിനും ബ്രിഡ്ജിനും ഇടയ്ക്കായി ഒരു അടിപ്പാത കൂടി കടന്നു പോകുന്നുണ്ട്. വളരെ ചെറിയൊരു അടിപ്പാതയാണ് പോകുന്നത്. പെഡസ്ട്രിയൽ അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ചെറിയ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വേണ്ടിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ആയങ്കോണം മുതൽ ബ്രിഡ്ജിൻ്റെ മറുവശം വരെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ 1-2 വീഡിയോകൾ ചെയ്തിരുന്നു. കാണാത്തവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. നേരെ കാണുന്നത് കൊല്ലംപുഴ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇനി കുറച്ചുകൂടി ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ നടക്കാനുള്ള. മറ്റ് ഭാഗത്തെ വീഡിയോകളുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.